BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേരളത്തിന് സമർപ്പിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ BJPയുടെ ഭാവി ശോഭനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദിശങ്കരൻ പിറന്ന മണ്ണാണ് കേരളം. ശ്രീനാരായണ ഗുരുവിന്റെയും മന്നത്ത് പത്മനാഭന്റെയും ഭൂമിയാണ് ഇത്. വികസന കേരളമാണ് BJPയുടെ ലക്ഷ്യം. മോദി സർക്കാർ PFIക്ക് നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ കേരളത്തിലെ ഇടത് സർക്കാർ എന്തുകൊണ്ട് PFIക്ക് നിരോധനം ഏർപ്പെടുത്തിയില്ലെന്നും അമിത്ഷാ ചോദിച്ചു. ഇടതു വലത് മുന്നണികൾക്ക് മാറി മാറി ഭരിച്ചെങ്കിലും കേരളത്തിൽ വികസനം കൊണ്ടുവരാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിന് മറുപടി നൽകാൻ മോദിക്കും BJPക്കും മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. मित्रों, जब PFI की गतिविधि इतनी बड़ी मोदी जी ने PFI पर प्रतिबंध डाला, मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने PFI पर प्रतिबंध किया वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी. क्यों केरल की लेफ्ट सरकार ने PFI को प्रतिबंधित नहीं किया? केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो LDF को निकालने के लिए UDF को वोट देते हैं और UDF को निकालने के लिए LDF को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते. अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, തലസ്ഥാനത്ത് ആവേശമായി മാറുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ നിരവധി വിഷയങ്ങൾ, നമുക്കറിയാം സംസ്ഥാനത്ത് നിരവധി വിഷയങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയാകുന്നുണ്ട്. അതിനൊക്കെ തന്നെയും ശക്തമായൊരു മറുപടി തന്നെയല്ലേ ഇപ്പോൾ അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും അമിത്ഷായുടെ ഈ ഒരു സന്ദർശനം, അതോടൊപ്പം തന്നെ ഈ ഒരു നേതൃയോഗം, ഇതൊക്കെ തന്നെ വളരെയധികം ആവേശകരമായി മാറിയിട്ടുണ്ട്. അതായത് വാർഡ് തലത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ സമ്മേളനത്തിന്, അതായത് ഈ നേതൃസംഗമത്തിന് എത്തിയത്. ഇവിടേക്കെത്തി അമിത്ഷാജിയെ കാണാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനും 25,000 പേർ, അതായത് ഈ വാർഡ് തലങ്ങളിൽ തന്നെ ഓരോ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ മുഴുവൻ പ്രവർത്തകരും അതോടൊപ്പം തന്നെ വെർച്വലായി മറ്റ് ജില്ലകളിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പ്രവർത്തകരാണ് ഇവിടെ എത്തിയത്. മറ്റുള്ളവരൊക്കെ വെർച്വലായി കാണുകയും ചെയ്തു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം, അതായത് ഈ വികസനം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ കേരള ജനത ലക്ഷ്യം വെക്കുന്നത് വികസനമാണെങ്കിൽ അത് BJPയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് അമിത്ഷാജി ഇന്ന് ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭാരതത്തിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഈ ഉറി ആക്രമണമായാലും പുൽവാമയായാലും അതിനുശേഷമുള്ള പഹൽഗാം ആക്രമണമായാലും ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മത തീവ്രവാദത്തെ എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ ഇല്ലാതാക്കിയത് എന്നുള്ള കാര്യം അത് കൃത്യമായും അമിത്ഷാജി പറഞ്ഞു വെക്കുന്നുണ്ട്. മോദി സർക്കാരിനെ കൊണ്ട് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ, അത് തന്നെയാണ് ചെയ്തതും. പക്ഷേ ഇതിനെതിരെ, അതായത് ഈ മത തീവ്രവാദത്തിനെതിരെ കേരള സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ CPM എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം കൃത്യമായും ചോദിക്കുന്നത്. അത്തരത്തിൽ എന്തൊക്കെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? കേരള ജനത ഇത്രയും കാലം ഇരു മുന്നണികൾക്കും അവസരം നൽകി, പക്ഷേ അവരെന്താണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി കൃത്യമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വികസനമല്ല, വികസനത്തിനപ്പുറം മറ്റു തരത്തിലുള്ള പ്രീണനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളുമൊക്കെയാണ് ഈ നാട്ടിൽ നടന്നു വന്നത്. ജനങ്ങളുടെ വികസനത്തിന് BJPയാണ് അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. BJP സാരഥികൾ, അതായത് ഇനി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 21,000 സീറ്റിൽ മത്സരിക്കുമ്പോൾ അവരെ വിജയിപ്പിക്കുക, അതിലൂടെ തന്നെയാണ് ഇവിടേക്ക് കൂടുതൽ വികസനം എത്തിക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നേതൃസംഗമം അത് വളരെയധികം ആവേശകരമായി, അത് ഇവിടെ എത്തിയ ഓരോ പ്രവർത്തകനും ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഇന്ന് തൊട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതായത് സമർപ്പിക്കുക ഈ ജീവിതമല്ല, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സേവനത്തിനായി നിങ്ങൾ ഓരോരുത്തരും സമർപ്പിതരായിരിക്കുക എന്നുള്ള സന്ദേശമൊക്കെ അദ്ദേഹം നൽകി. അത്തരത്തിൽ തന്നെയാണ് BJPയുടെ വിജയത്തിനായി പ്രവർത്തിക്കുവാൻ അത്രയധികം ഊർജ്ജസ്വലരായാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും മടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. 21,000 സീറ്റിൽ BJP മത്സരിക്കും, 25% വോട്ടുകൾ നേടും. എന്തായാലും
സീറ്റുകൾ നേടും, ഒരുപാട് സീറ്റുകൾ നേടുമെന്നുള്ള കാര്യമൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തകരിലേക്ക് ആ ഒരു സന്ദേശം പകർന്നു നൽകി. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ തന്നെ ഈ കേരളത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യൻകാളിയുടെയും ശങ്കരാചാര്യരുടെയും ഒക്കെ മണ്ണാണ്, ആ മണ്ണിൽ നിന്നാണ് താൻ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഇവിടെ ഇടതും വലതുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം തകിടം മറിഞ്ഞ് നടക്കുകയാണ് ഈ കേരളത്തിൽ. അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇന്ന് BJP അധികാരത്തിലേക്ക് വരണം, BJP ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ളതാണ് അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാജീവ് ചന്ദ്രശേഖർജിയുടെ അധ്യക്ഷതയിൽ അമിത്ഷാജി ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ അത് ഇവിടെ ഇരുന്ന ഓരോ പ്രവർത്തകർക്കും ആവേശകരമായി മാറി എന്നുള്ളത് തന്നെയാണ്. നിരവധി പ്രവർത്തകരാണ് ഈ വാർഡ് തലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. പ്രായ ഭേദ വ്യത്യാസമില്ലാതെ നിരവധി പേർ, അത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നേരത്തെ കാണാൻ സാധിച്ചു. ഒരുപാട് പേർ ഓരോ ജില്ലയിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ അവരൊക്കെ ഒരേ പോലെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ സമയം കണ്ടെത്തി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ എത്തിയ ഓരോരുത്തരും നമ്മളോട് സൂചിപ്പിച്ചത്. നമുക്കിപ്പോൾ ഈ വേദിയിൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ മറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഇവിടെയൊക്കെ വൃത്തിയാക്കി മടങ്ങുന്ന നിരവധി പേർ. എന്തായാലും ഇതുപോലെ തന്നെ ഇന്ന് അമിത്ഷാജിയുടെ സന്ദർശനം അത് രാവിലെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം ഇവിടെ വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഒരു പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം എന്നുള്ളത് ആദർശത്തിൻ്റെ ഇരിപ്പിടമാണ്. അതായത് ഓരോ പ്രവർത്തകനും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, ഓരോ പ്രവർത്തകനും അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന കാര്യാലയത്തിൽ ഏതൊരു പ്രവർത്തകന് വേണമെങ്കിലും അവിടെ എത്താം. അവിടെ തങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ സംസ്ഥാന കാര്യത്തിലേക്ക് ഓരോ പ്രവർത്തകരും എത്തണമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ നിരവധി പേരാണ് ഇവിടെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ചേട്ടാ എവിടുന്നാണ് വന്നത്? ഞങ്ങൾ പത്തനംതിട്ട മൈലപ്പുറയിൽ നിന്നാണ്. അപ്പോൾ അമിത്ഷാജിയെ കണ്ടു? പിന്നെ കണ്ട് സന്തോഷമായില്ലയോ, പിന്നെ കണ്ട് ജനങ്ങളുടെ കണ്ടിപ്പോഴാണ് ഇവിടെ ചോറും കിട്ടി, ആഹാരമുണ്ട്, വെള്ളമുണ്ട്, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പൊതിയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ BJPയുടെ വിജയത്തിന് വേണ്ടിയിട്ട്, പിന്നെ BJPയുടെ വിജയത്തിന് പിന്നെ BJP അല്ലേ നമുക്ക് വരാൻ പോകുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ നിങ്ങൾ ജനനാണ്, നമ്മുടെ ജനമല്ലേ, സ്വന്തം ജനമല്ലേ, അയ്യപ്പൻ്റെ സ്വന്തം ജനമാ, ഭഗവാനെ സ്വാമിയേ ശരണമയ്യപ്പ. തീർച്ചയായും ജനത്തിൻ്റെ ഒരു ആരാധന കൂടിയാണ്. എന്തായാലും ഈ ഒരു നിമിഷം അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ മനോജ് അത് തന്നെയാണ്. മനോജ് എന്തായാലും ആ ഒരു ആവേശം ഇപ്പോഴും ആ പ്രവർത്തകരിൽ നമുക്ക് കാണാൻ സാധിക്കും. അഖിൽ പാലോട്ട് മഠം കൂടി ചെയ്തുകൊണ്ട് അഖിൽ ഓരോ BJP പ്രവർത്തകനിലും ഊർജം നൽകിക്കൊണ്ടാണ് അമിത്ഷാ ഇന്ന് തലസ്ഥാനത്ത് നിന്നും അടുത്ത സന്ദർശനത്തിനായി മടങ്ങിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വാക്കുകൾ ഒരുപക്ഷെ നമുക്കറിയാം, കേരളത്തിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വികസനം വരണം, മാറ്റം വരണം, അത്തരത്തിലുള്ള ഊർജ ലഭിക്കുന്ന അത്തരത്തിൽ ഓരോ BJP പ്രവർത്തകനിലും ഊർജം ലഭിക്കുന്ന വാക്കുകൾ പകർന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഇനി അടുത്ത സന്ദർശനം എവിടേക്കാണ്, എപ്പോഴായിരിക്കും അത്? കേരളത്തിലെ വലതുപക്ഷവും ഇടതുപക്ഷവും എല്ലാം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും നേതൃത്വമായി മാറി. കേരളം വികസിക്കണമെങ്കിൽ അത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു കേരളത്തിന്റെ ഒരു വികസിത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു BJP സർക്കാർ അധികാരത്തിൽ വരണമെന്ന പ്രവർത്തകർക്ക് ആവേശം നൽകിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഉച്ചയോടുകൂടി കണ്ണൂരിലേക്കാണ് പോവുക. കണ്ണൂർ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിലേക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അടുത്ത പരിപാടിക്ക് വേണ്ടി പോയിരിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം പോവുക ഡൽഹിയിലേക്കായിരിക്കും. എന്തായാലും കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരുവനന്തപുരത്തെ സമ്മേളനം എന്ന് പറയുന്നത് ഏകദേശം 10,000-ഓളം പ്രവർത്തകരാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 10,000-ഓളം പ്രവർത്തകരാണ് നേരിട്ട് അമിത്ഷാജിയുടെ പ്രസംഗം കേട്ടത്. മറ്റു ജില്ലകളിലുള്ളവരാകട്ടെ അവർ വെർച്വൽ റാലിയിലൂടെയുമാണ് പ്രവർത്തനം കേട്ടത്. നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി പൂന്ത്ര ശ്രീകുമാർജിയുടെ ചേരുന്നുണ്ട്. എന്തായാലും ഈ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായിരിക്കുന്നത് ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJP വരാനിരിക്കുന്ന ദിവസങ്ങളിലേക്കുള്ള വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അമിത്ഷായുടെ പ്രഖ്യാപനവും ആ തരത്തിലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ വിജയത്തിൻ്റെ അടുത്ത് പലതവണ എത്തിയിട്ടുമുള്ളതാണ്. എങ്ങനെയായിരിക്കും ഒരു പുതിയ സ്ട്രാറ്റജി? തീർച്ചയായും അനേകം ബലിദാനികളുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുടെ പ്രവർത്തകരായ ഇന്നിവിടെ എത്തിയ പ്രവർത്തകർ അമിത്ഷായ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്. തീർച്ചയായും അടുത്ത് വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അനേകം പഞ്ചായത്തുകളും അനേകം മുനിസിപ്പാലിറ്റികളും ഭരിക്കും.
ഈ അടുത്ത് വരുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും അക്ഷീണം പ്രവർത്തിച്ച് 25% മുകളിൽ വോട്ട് നൽകി പാർട്ടിയെ മുന്നോട്ടെത്തിക്കും എന്ന അദ്ദേഹത്തിനോടുത്ത വാക്ക് തീർച്ചയായും പാലിക്കപ്പെടും. അദ്ദേഹം ഇന്ന് പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചത്, ഈ രാമക്ഷേത്രം നിർമ്മിച്ച പാർട്ടി ഇന്ത്യയിൽ ഭരിക്കണോ, ആ പാർട്ടി തന്നെ കേരളത്തിൽ വരണോ, മുത്തലാഖ് നിരോധിച്ച, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിച്ച, അതുപോലെ തന്നെ മുത്തലാഖ് നിരോധിച്ച, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ, അങ്ങനെ വികസനത്തിന് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടി കേരളത്തിൽ വരണ്ടേ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. വികസനമാണ് BJPയുടെ പുതിയ കാഴ്ചപ്പാട്. തീർച്ചയായും BJPയുടെ കാഴ്ചപ്പാട് വികസനം മാത്രമല്ല, നേരത്തെ അമിത്ഷാജി പറഞ്ഞതുപോലെ ഈ മുത്തലാഖ് നിരോധിച്ച, അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരിൻ്റെ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞ അത് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം വികസനം, അതാണ് കേരളത്തിൻ്റെ വികസനമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഈ പാർട്ടി പ്രവർത്തകർ അമിത്ഷാജിയുടെ പ്രസംഗം, തീപ്പൊരി പ്രസംഗം കേട്ട് ആവേശത്തോടു കൂടിയാണ് മടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള റിസൾട്ട് BJPക്ക് ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി പൂന്ത്ര ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിരവധിയായ ബലിദാനികൾ, അദ്ദേഹം പ്രസംഗം നടത്തുന്ന സമയത്ത് തന്നെ കേരളത്തിൽ ബലിദാനികളുടെ ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബലിദാനികൾ നേരിടേണ്ടി വന്ന, അവരുടെ കുടുംബം നേരിടേണ്ട കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ പോലും ഇവിടെ നിരവധിയായ പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും കർമ്മനിരതരായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും BJPയുടെയും ഒക്കെ തന്നെ നേതാക്കൾ അല്ലെങ്കിൽ ആ പ്രവർത്തകർ തന്നെ നേരിട്ട് സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും പ്രധാനമായി ഈ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ആ പദ്ധതി, ഒരു സമ്മേളനം കഴിഞ്ഞു. ആ സമ്മേളനം അവസാനിച്ചതിനു ശേഷവും ഇതൊരു സർക്കാർ സംവിധാനത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും അതിനെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാതെ ആ പാർട്ടി പ്രവർത്തകർ ഇവിടെ ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്ന നേതൃസംഗമം അത് BJPയുടെ വരും ദിവസത്തേക്കുള്ള പോരാട്ടത്തിൻ്റെ, വരും ദിവസത്തേക്കുള്ള ഒരു ഇന്ധനം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നമ്മളോടിപ്പോൾ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരുന്ന ഒരു പാർട്ടി മാത്രമല്ല, അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന പാർട്ടി കൂടിയാണെന്നാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇനി പോകുന്നത് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ജില്ല കൂടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ കേരളത്തിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നതിൻ്റെ പേരിൽ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗവാക്കായി തീർന്നതിൻ്റെ പേരിൽ, കാവിക്കൊടി പിടിച്ചതിൻ്റെ പേരിൽ, ഭാരതാംബയ്ക്ക് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്നും ഒക്കെ തന്നെ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനം അർപ്പിക്കേണ്ടി വന്ന നിരവധി പേരുടെ നാടുകൂടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ആ കണ്ണൂരിലുള്ള ഒരു ശിവന്റെ അമ്പലത്തിലേക്കാണ് അദ്ദേഹം ദർശനത്തിലേക്ക് പോകുന്നത്. സംഹാരമൂർത്തിയായ മഹാദേവനെയും മടങ്ങിയാണ് അദ്ദേഹം രാജ്യ തലസ്ഥാനത്തേക്ക് പോകുന്നത് എന്നതും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും BJP പ്രവർത്തകർ ആത്മവിശ്വാസത്തോടെ മിഷൻ 2025 എന്ന ആ മിഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. BJP പ്രവർത്തകർ അവരുടെ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള BJP പ്രവർത്തകരുടെ 1980 BJP കേരളത്തിൽ രൂപം കൊള്ളുന്നത് മുതലുള്ള BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിൻ്റെ നിറകുടമാണ് ഇന്ന് KG മാരാർ ഭവന് അദ്ദേഹം ആ നാടമുറിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നമ്മളോട് നേരത്തെ സംസാരിച്ച പൂന്ത്ര ശ്രീകുമാർജി അടക്കം യുവമോർച്ചയുടെ കാലഘട്ടത്തിലാണ്, 2000-ലാണ് ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ആ മന്ദിരം വാങ്ങുന്ന ഒരു സമയമുണ്ടാകുന്നത്. ഇന്ന് കാണുന്ന 56 സെന്റ് സ്ഥലം വാങ്ങുന്നത് PP മുകുന്ദൻ BJPയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും CK പത്മനാഭൻ എന്ന് പറയുന്ന CKP BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിരിക്കുന്ന കാലത്താണ് അത്തരത്തിൽ BJPയുടെ ആ സംസ്ഥാന കാര്യാലയത്തിലേക്ക് ആ പാർട്ടിയെ കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ടാകും. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വാർത്തകളിലെല്ലാം സൂചിപ്പിച്ചതാണ്. 1980-കളിൽ 84 വരെയും എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ പ്രവർത്തനം ഉണ്ടാകുന്നത്. 82-ലെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം 84-ഓടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് പാർട്ടിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും കൊണ്ടുവരുന്നത്. അന്ന് സ്റ്റാച്യുവിലെ ടൂട്ടേഴ്സ് ലൈനിലെ അരവിന്ദമാണ് BJPയുടെ സംസ്ഥാന കാര്യാലയമായി പ്രവർത്തിക്കുന്നത്. അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ K രാമൻപിള്ളയാണ്. O രാജഗോപാൽ
വേണുഗോപാലിനും KG മാരാർക്ക് ശേഷം K രാമൻപിള്ള സംസ്ഥാന അധ്യക്ഷനാകുന്ന സമയത്താണ് അരവിന്ദം അന്ന് പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമാകുന്നത്. അതിനുശേഷം 1995 ഏപ്രിൽ 25-നാണ് മാരാർജി കേരള രാഷ്ട്രീയത്തോടും കേരളത്തിലെ BJP പ്രവർത്തകരോടും വിടചൊല്ലി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ വിടയ്ക്കു ശേഷമാണ് മാരാർജിയുടെ സ്മൃതി എന്നും ഈ കേരളത്തിന്റെ പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ കണ്ട ആ മന്ദിരമിരിക്കുന്ന സ്ഥലത്തേക്ക് BJP പ്രവർത്തകരുടെ ആ പ്രവർത്തന കേന്ദ്രം മാറി വരുന്നത്. അന്ന് KG മാരാർ ട്രസ്റ്റിന്റെ കീഴിലാണ് മന്ദിരം വാങ്ങുന്നത്. ആ സമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ KV ശ്രീധരൻ മാസ്റ്ററിൽ നിന്നും CK പത്മനാഭനിലേക്ക് എത്തുന്നു. അവിടെ നിന്നും അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും PK കൃഷ്ണദാസിലേക്ക് എത്തുന്നു. അവിടെ നിന്നും V മുരളീധരനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് കുമ്മനം രാജശേഖരനിലേക്ക് എത്തുന്നു. അവിടെ നിന്നും K സുരേന്ദ്രനിലേക്ക് എത്തുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലേക്കുമായി 13 സംസ്ഥാന അധ്യക്ഷന്മാർ 11 പേർ 13 തവണകളായി കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്നു. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ ഇന്ന് വികസിത കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുവയ്ക്കുന്നു. വികസിത കേരളം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കുവാൻ BJPക്ക് കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വിഷ്ണു, 1980 ഈ പാർട്ടി രൂപം കൊള്ളുമ്പോൾ അതിനു മുമ്പ് പാർട്ടിയുടെ പൂർണ്ണ രൂപമായിരുന്ന ജനസംഘ കാലത്തിലൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനസംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത കാലത്ത് നിന്നാണ് ഇന്ന് 3 തവണ ഒരേ പാർട്ടി അധികാരത്തിൽ വരുന്ന ഒരു നേതാവിന് കീഴിൽ അധികാരത്തിൽ വരുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറുന്നു. അതേ തരത്തിൽ ഇന്ന് അമിത്ഷാജി പ്രസംഗിച്ചതുപോലെ കാശ്മീർ മുതൽ വിവിധ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ തന്നെ വലിയ ശക്തികളായി മാറുന്നു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് കേരളത്തിന്റെ ഭരണത്തിലേക്കും എത്താൻ തരത്തിലുള്ള വലിയ ഊർജം പകർന്നു തന്നെയാണ് ഈ അമിത്ഷാ ഈ തിരുവനന്തപുരത്തെ ഈ വേദിയിൽ, ഞാൻ നിൽക്കുന്ന ഈ വേദിയിൽ നിന്നും ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയതുപോലെ കേരളം ഇനി വികസിത കേരളത്തെ പറ്റിയായിരിക്കും ചർച്ച എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിഷ്ണു.